ഓ സൂപ്പർ ഓണിന്റെ സ്റ്റാർട്ട് മുതൽ ഫിനിഷിംഗ് പോയിന്റ് സൂപ്പർ ഹിറ്റ്. കുറച്ച് വയലൻസ് വെച്ചാൽ ലാസ്റ്റ് കട്ടൊക്കെ നമുക്ക് നമ്മളെ വല്ലാതെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന അങ്ങനെ എനിക്ക് ആ ലാസ്റ്റ് ക്ലൈമാക്സിൽ ആ ഫാമിലിയുടെ എല്ലാവരെയും മൊത്തത്തോടെ കൊല്ലുന്ന ആ ഒരു രംഗവും സഹിക്കില്ല. പക്ഷേ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ ക്ലൈമാക്സ് വരെ വൻ സൂപ്പർ ഹിറ്റ്. കുറച്ച് ലേറ്റായി തോന്നുന്നു ഉണ്ണി മുകുന്ദൻ ഇങ്ങനൊരു റോള് കിട്ടിയ ലേറ്റ്. നല്ലൊരു എന്നുവെച്ചാൽ നല്ല കഴിവുള്ള കലാകാരൻ ഉണ്ണി മുകുന്ദൻ. എന്നുവെച്ചാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ ഉണ്ണി മുകുന്ദൻ്റെ ഫിലിം എന്ന് വെച്ചാൽ സൂപ്പറാണ്. പക്ഷേ എന്തോ വൈകിയതുപോലെ ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാൻ. പക്ഷേ ആ ക്യാരക്ടർ മൊത്തം അടിച്ച് പൊളിച്ചു. സെറ്റ് സൂപ്പർ പൊളി. മാസ് സാധാരണ ജഗദീഷ് കോമഡി റോളുകളിലൊക്കെ ആണല്ലോ കൂടുതലായിട്ട് കണ്ടത്. പിന്നെ ഇടയ്ക്ക് 2-3 വെറൈറ്റി റോൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ സൂപ്പറായി, അടിപൊളി. ഒന്ന് മാസം പൊക്കാ മാസം സൂപ്പർ. ഉണ്ണി മുകുന്ദൻ്റെ എന്ന് വെച്ചാൽ ഇത്രയും ഒരു സൂപ്പർ ത്രില്ലർ സിനിമ കണ്ടില്ല. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് ഉണ്ടാവും, മിക്കവാറും ഉണ്ടാവും. കാരണം ക്ലൈമാക്സ് രംഗം കണ്ടുപോകുമ്പോൾ മനസ്സിലായി എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. പക്ഷേ സെക്കൻഡ് പാർട്ട് ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഫസ്റ്റ് കാലയ്ക്ക് ഉണ്ണി മുകുന്ദൻ സൂപ്പർ. അടിപൊളിയായിരുന്നു. ഞാൻ സെക്കൻഡ് ടൈമാണ് കാണുന്നത്. അടിപൊളി, നല്ല വയലൻസ്. ഉണ്ണി മുകുന്ദൻ അടിപൊളിയാണ്. പിന്നെ അടിപൊളിയല്ലേ, പുതിയൊരു ക്യാരക്ടറാണ്. വയലൻസ് ആണ് മെയിൻ, ആക്ഷനും എല്ലാം പവർ പാക്ഡ് ആണ്. സെക്കൻഡ് ടൈം ഞാൻ ഉണ്ണി മുകുന്ദൻ ഫാനാണ്. ഇല്ല അങ്ങനെയൊന്നുമില്ല. ആ അടിപൊളിയായിരുന്നു. സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. സോ ഗുഡ്. അടിപൊളിയായിട്ടുണ്ട്. ഒരു ജോൺ വിക്കിന്റെ സീക്വൻസ് പോലെയൊക്കെ. ഞാൻ തേർഡ് ടൈമാണ് ഇപ്പോൾ കാണുന്നത്. സോ ഐ റിയലി ലവ് ദ മൂവി. എനിക്ക് ജഗദീഷിൻ്റെ ആണ് ഇഷ്ടപ്പെട്ടത്. അടിപൊളിയായിരുന്നു. മീൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ക്യാരക്ടർ, എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സംഭവമായിരുന്നു. പിന്നെ ഉണ്ണി മുകുന്ദനാണെങ്കിലും ഒരു വെറൈറ്റി ക്യാരക്ടർ. ആ കുഴപ്പമില്ല. നമ്മൾ ലൈക്ക് എനിക്ക് ജഗദീഷ് ചേട്ടനെയും പിന്നെ ഉണ്ണി മുകുന്ദൻ അത് നമുക്കിനി അടുത്ത പാർട്ടിലല്ലേ. സൈറസിനാണ്. സൈറസും ഒക്കെ നല്ലതായിരുന്നു. ഇനി നെക്സ്റ്റ് പാർട്ടിന് വെയിറ്റിംഗ് ആണ്. ഓക്കെ, താങ്ക് യു. Oh my God, it's a lot of violence. It's just difficult to handle. Oh my God, I can't even explain that in words. No, it's totally fine. Everything is fine. But the violence is very high. Yeah, thank you. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലപോലെ. കുഴപ്പമൊന്നുമില്ല. അതെ എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി റിവ്യൂ കണ്ടപ്പോൾ അത്ര ഒരു മിക്സഡ് റിവ്യൂസ് ആയിരുന്നു. പക്ഷെ എനിക്കും വൈഫിന് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. എനിക്ക് ഷമ്മിത്തലേൻ്റെ മോനാണ്. അതെ അത് അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ക്യാരക്ടറും നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഒരു ഇൻട്രോയും പ്രസൻസും ഒക്കെ ഭയങ്കര കിട്ടിലോട്. പിന്നെ ഉണ്ണി മുകുന്ദൻ ഓഫ് കോളായിരുന്നു. എല്ലാ ആൾക്കാരും നല്ല രസമുണ്ടായിരുന്നു. ആരും അങ്ങനെ മോശമെന്ന് പറയാനായിട്ടില്ലായിരുന്നു. ആക്ച്വലി തിയേറ്റർ വാച്ചാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. OTT-ലൊക്കെ എത്രത്തോളം ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. വെഡിങ് പോകെ ഞെട്ടിച്ചോ? പടം എങ്ങനെയുണ്ട്? പടം ഞെട്ടും. കിളി പറഞ്ഞു. പെർഫോമൻസ് രക്ഷയില്ലായിരുന്നു. ജഗദീഷ് അതിനെക്കാളും പറയാനുള്ള വില്ലനായിട്ട് വന്ന കക്ഷിയാണ് ലാസ്റ്റ് വന്നത്. രണ്ടുപേരും ആ പുള്ളിയുടെ എൻട്രി സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഒന്നും പറയാല്ല, കിളി പോയി. കൊള്ളാം, കുഴപ്പമില്ല. വയലൻസ് ഇത്തിരി ഓവറാണ്. എല്ലാവരുടെയും നല്ല ഇത് തന്നെയാണ്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള ഇതെന്ന് പറയുമ്പോൾ ലേഡീസൊക്കെ ഇത്തിരി എല്ലാവരും കണ്ണും പൊത്തിയൊക്കെ ഇരിക്കുന്ന ഒരു ഇതായിരുന്നു. കൊള്ളാം, നല്ല സൂപ്പർ അഭിനയമായിരുന്നു. പുള്ളിനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഇതാണ്, നല്ല ഇതാണ്. ഞെട്ടിക്കും.